afternoon all. Good afternoon, Miss. Okay, class start ചെയ്യാം. Then കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ HRM-ന്റെ പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും രണ്ടിന്റെയും ഡെഫിനിഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ദെൻ പേഴ്സണൽ മാനേജ്മെന്റിൽ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ, മാനേജീരിയൽ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ HRM-ന്റെ ഒരു ഫ്ലോ പാറ്റേൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോ? നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഫംഗ്ഷൻസിന്റെ ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വായിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചായിരുന്നോ? തോന്നുന്നു അവിടെ വരെയാണ് വായിച്ചത് ആണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. വായിച്ചു. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻസ് വരെയാണ്. ദെൻ നമുക്ക് അടുത്ത പാരഗ്രാഫ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വീണ്ടും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് is a continuous process of putting the right man at the right job. Underline ചെയ്യാം കേട്ടോ ആ സെന്റൻസ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതായത് HRM എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന്. ഒരു നമ്മൾ എന്താ പറയാ, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണ്. Then of putting right man at the right job, അല്ലേ? നമ്മൾ ശരിയായിട്ടുള്ള ഒരു റൈറ്റ് ജോബിൽ, ശരിയായിട്ടുള്ള ജോലിയിൽ ശരിയായിട്ടുള്ള ഒരു പേഴ്സണെ നിയമിക്കുന്ന ഒരു കണ്ടിന്യൂസ് ഒരു തുടർ പ്രക്രിയയാണ് എന്ത് HRM എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. HRM is continuous process of putting the right man at the right job. Then it is an art of utilizing the human resources of an organization in the most efficient and effective way. It is an art of utilizing. HRM is the art of utilizing human resource of an organization the most efficient and effective way. Most efficient ആയിട്ടുള്ള, effective ആയിട്ടുള്ള, അല്ലേ? അതായത് ഏറ്റവും കാര്യക്ഷമമായിട്ടും നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ആർട്ടാണെന്ന്, ഒരു കലയാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ഒരു കലയാണെന്ന്, അല്ലേ? നമ്മൾ പറഞ്ഞു ഹ്യൂമനിനെ ഏറ്റവും, അല്ലെ, മനുഷ്യ വിഭവ ശേഷിയെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കാര്യക്ഷമമായിട്ട് അവരെ ഉപയോഗിക്കുകയാണ്. അതായത് നമ്മൾ പറഞ്ഞു ട്രെയിനിങ്സ് കൊടുക്കുന്നു, റിവാർഡ് കൊടുക്കുന്നു, അവരുടെ മാക്സിമം എംപ്ലോയി പെർഫോമൻസ് ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. സോ ഇതൊരു ആർട്ടാണെന്ന്, ഇതൊരു കലയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, എന്താണ് HRM എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. പുട്ടിങ് ദ റൈറ്റ് മാൻ അറ്റ് ദ റൈറ്റ് ജോബ്, അല്ലെ? നമ്മള് കറക്റ്റ് ഒരു ശരിയായിട്ടുള്ള ജോലിയിലേക്ക് ശരിയായിട്ടുള്ള ഒരു നിയമനം നടത്തുന്നതാണ്. Then it is an art of utilizing human resources of an organization in the most efficient and effective way. മോസ്റ്റ് എഫിഷ്യന്റും ഇഫക്റ്റീവ് ആയിട്ടും ഫലപ്രദമായിട്ടും കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഹ്യൂമൻ റിസോഴ്സിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു കലയാണ് HRM എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് കുറെയൊക്കെ. HRM എന്താണെന്നുള്ളതിന്റെ ഡെഫിനേഷൻ ഒക്കെയാണ്. ഓക്കെ അല്ലേ? അത് അണ്ടർലൈൻ ചെയ്തില്ലേ? ഫസ്റ്റത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. ഇനി HRM covers a broad spectrum of activities which includes. HRM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ബ്രോഡ് ആയിട്ടുള്ള വളരെ കുറെ ആക്ടിവിറ്റീസുകൾ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആക്ടിവിറ്റികൾ എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ആക്ടിവിറ്റികളൊക്കെ. നോക്കാം. എംപ്ലോയ്മെന്റ്, എംപ്ലോയി സർവീസസ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, education, salary and wages, industrial relations, health and safety, working conditions, appraisal and assessment. ഇനി ഞാൻ പറയുന്നല്ലോ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് നമ്മൾ ഫസ്റ്റ് ഭാഗത്തൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിത്. HRM-ൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ആ പോയിന്റ്സുകൾ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ, നോക്കിയേക്ക് കേട്ടോ. എക്സാമിന് ചിലപ്പോൾ ഈ പോയിന്റ് വൈസ് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. എന്തൊക്കെയാണ് HRM കവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ? ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും HRM എന്താണ്, അതിന്റെ ആക്ടിവിറ്റീസ് ആണ് പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, പെട്ടെന്ന് വായിച്ചു നോക്കാം. അത് ചെറിയൊരു പാരഗ്രാഫും ആ പോയിന്റ്സും ഒന്ന് വായിച്ചു നോക്കാം.
ഓക്കെ, വായിച്ചില്ലാവരോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ ആണോ സെക്ഷൻ? ഓക്കെ, then next one, the following are the major differences between personal management and human resource management. ഇപ്പൊ നമ്മള് എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ്, then human resource management, ഇവ രണ്ടും എന്താണെന്ന് നമ്മൾ പഠിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ അതിനെ രണ്ടിനെയും കൂടി ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ചെയ്ത് പറയുകയാണ്. ഓക്കെ, ഡിഫറൻസസ് കമ്പാരിസൺ പോലെ നെക്സ്റ്റ് പോയിന്റ് വൈസ് ആയിട്ടാണ് പറയുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ, എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ പഠിച്ചെടുക്കാം. രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ് പേഴ്സണൽ മാനേജ്മെന്റും then human resource management. നമ്മൾ അവിടെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ തന്നെ നമ്മളൊരു കമ്പാരിസൺ രീതിയിൽ പഠിച്ചോ? പഠിച്ചില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഡെഫിനിഷൻ പഠിച്ചില്ലേ? അപ്പൊ അതിലൊരു കമ്പാരിസൺ പോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞു പോയത്. ഓക്കെ, പിന്നെ വീണ്ടും ഒന്ന് കമ്പാരിസൺ ചെയ്ത് പറയുകയാണ്. ഫസ്റ്റ് വൺ നോക്കാം. പേഴ്സണൽ മാനേജ്മെന്റ് ഡീൽസ് വിത്ത് വർക്ക്ഫോഴ്സ് വിത്തിൻ ദ എന്റർപ്രൈസസ്. The human resource management which focus on best possible use of enterprises manpower. Personal management deal ചെയ്തിരിക്കുന്നത് വർക്ക്ഫോഴ്സ് വിത്തിൻ ദ എന്റർപ്രൈസസ് അല്ലേ? അതായത് എന്താണ്, ആ എന്റർപ്രൈസസിനുള്ളിലെ ആ തൊഴിലാളികളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പേഴ്സണൽ മാനേജ്മെന്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞു അസി ടൂളായിട്ടൊക്കെയാണ് കണക്കാക്കുന്നത്. ദെൻ അപ്പോൾ പറയുന്നത് വിത്തിൻ ദ എന്റർപ്രൈസസ്, ആ എന്റർപ്രൈസസിനുള്ളിലെ തൊഴിലാളികളുമായിട്ടാണ് എന്ത് പേഴ്സണൽ മാനേജ്മെന്റ് ഡീൽ ചെയ്തിരിക്കുന്നത്. Then otherwise human resource management focus on best possible use of enterprises manpower. പക്ഷെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഏറ്റവും മികച്ച നമ്മൾ പറഞ്ഞ എംപ്ലോയീസിന്റെ മാക്സിമം പെർഫോമൻസിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ ക്ലിയർ ആണോ കമ്പാരിസൺ? ഒന്നാമതായിട്ട് പറഞ്ഞത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡീൽ ചെയ്തിരിക്കുന്നത് വിത്തിൻ ദ എന്റർപ്രൈസസ് അല്ലെ? എന്റർപ്രൈസസിനുള്ളിലുള്ള വർക്കേഴ്സ് എംപ്ലോയീസിനെ ആയിട്ടാണ് ഡീൽ ചെയ്തിരിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ബെസ്റ്റ് പോസിബിൾ, അതായത് എന്റർപ്രൈസസിലെ മാൻ പവർ അല്ലെ, മനുഷ്യ വിഭവശേഷിയുടെ ഒരു പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും മാക്സിമം പെർഫോമൻസിനെയാണ് അവര് ഡീൽ ചെയ്തിരിക്കുന്നത്. മാക്സിമം പെർഫോമൻസിന് അവർക്ക് അവസരം കൊടുക്കും അല്ലെ? മറ്റേ പേഴ്സണൽ മാനേജ്മെന്റിൽ നമ്മൾ പറഞ്ഞു അസറ്റ് ടൂൾ ആയിട്ട് മാത്രമാണ്, അവർക്ക് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കുന്നില്ല. അവരെ കൊണ്ട് എന്താ പണിയെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് കമ്പാരിസൺ അത് അണ്ടർലൈൻ ചെയ്യണ്ടല്ലോ, അത് നിങ്ങൾ തന്നെ പഠിക്കണം കേട്ടോ. പ്രത്യേകിച്ച് അണ്ടർലൈൻ ചെയ്ത് തരുന്നില്ല, മനസ്സിലാക്കി പഠിക്കാനുള്ളതാണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് നോക്കാം കേട്ടോ. രണ്ടാമത്തെ കമ്പാരിസൺ പറയുന്നത് human resource management is the advanced version of personal management. Human resource management, that is HRM എന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ ആണെന്ന്. അതായത് പേഴ്സണൽ മാനേജ്മെന്റിന്റെ തന്നെ കുറച്ച് നൂതനമായിട്ടുള്ള ഒരു പുതിയൊരു രീതി, പുതിയൊരു വെർഷൻ ആണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പേഴ്സണൽ മാനേജ്മെന്റിൽ നിന്ന് കുറെ വ്യത്യാസങ്ങളൊക്കെ വരുത്തി പുതിയൊരു ന്യൂ വെർഷൻ എന്നൊക്കെ നമ്മൾ പറയുകയും അതിനൊരു പുതിയ വെർഷനാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമതായിട്ട് പറയുന്ന കമ്പാരിസൺ പേഴ്സണൽ മാനേജ്മെന്റ് വ്യൂസ് വർക്കേഴ്സ് ആസ് എ ടൂൾ അല്ലെ? നമ്മൾ ഓൾറെഡി പഠിച്ചു. പേഴ്സണൽ മാനേജ്മെന്റിലുള്ള വർക്കേഴ്സിന് എംപ്ലോയീസിന് ഒരു ടൂൾസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ടൂൾസ് ഓർ മെഷീൻസ് അല്ലെ? മെഷീൻ ആയിട്ടോ ടൂൾ ആയിട്ടാണ് നമ്മളുടെ അവിടുത്തെ വർക്കേഴ്സിന് എംപ്ലോയീസിന് അവർ ഉപയോഗിക്കുന്നത്. Then whereas human resource management view it is not എന്തായിരുന്നു വായിക്കണോ? എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സിലെ എംപ്ലോയീസിനെ കണക്കാക്കുന്നത്? പേഴ്സണലി ടൂൾ ആണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിൽ എങ്ങനെയാണ്? ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണല്ലോ. പേഴ്സണൽ മാനേജ്മെന്റില് ടൂൾ ആയിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് എംപ്ലോയീസിനെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? യെസ്, അസറ്റ് ആയിട്ടാണ് അല്ലേ? നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പഠനം എങ്ങനെ പോകുന്നു ചെക്ക് ചെയ്യണം ഞാൻ. ഓക്കെ, ഡെയിലി വായിച്ചു പോണോട്ടോ നിങ്ങള്. സോ പേഴ്സണൽ മാനേജ്മെന്റ് വ്യൂസ് വർക്കേഴ്സ് ആസ് ടൂൾസ് ഓർ മെഷീൻസ് അല്ലെ? ടൂൾ അല്ലെങ്കിൽ മെഷീൻ ആയിട്ട് കണക്കാക്കുന്നു. whereas human resource management views it is an important asset of organization. ഓർഗനൈസേഷന്റെ ഒരു അസറ്റ് ആയിട്ടാണ് എംപ്ലോയീസിനെ കാണുന്നത്. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം.
decision making is slow in personal management. പേഴ്സണൽ മാനേജ്മെന്റില് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, ഓരോ കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ എടുക്കുന്നത് വളരെ സ്ലോവിലാണെന്ന്. ബട്ട് ദ സെയിം ഈസ് കമ്പാരിറ്റീവ്ലി ഫാസ്റ്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് തീരുമാനങ്ങൾ, ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് വെരി ഫാസ്റ്റിലായിരിക്കും. നേരെ ഓപ്പോസിറ്റ്. പേഴ്സണലില് സ്ലോ ആണ്, HRM വരുമ്പോൾ എന്താണ്, ഫാസ്റ്റിലാണ് ഡിസിഷൻസ് എടുക്കുന്നത്. Then fifth one നോക്കാം. In personal management, there is a piecemeal distribution of initiatives. However, integrated distribution of initiatives is the here human resource management. ഈ piecemeal distribution എന്ന് പറയുന്നത് നമ്മളൊരു ടേം ആണ് കേട്ടോ. നമ്മൾ HRM യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ്. piecemeal distribution എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാന്ന് പറയില്ലേ. അതായത് പേഴ്സണൽ മാനേജ്മെന്റിൽ നമ്മൾ ജോബ്, അതായത് നമ്മളിപ്പോ ഓരോ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആയിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് വിഭജിച്ചാണ് കൊടുക്കുന്നത്. ഓക്കെ. പക്ഷേ നമ്മള് HRM ഇന്റഗ്രേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഒന്നിച്ചൊരു വർക്ക് ഒക്കെയാണ് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? പീസ്ഫുൾ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാന്ന്. ഒരു പ്രവർത്തനത്തിന് നമ്മൾ 1-2 ഗ്രൂപ്പുകളായിട്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റി പോലെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഒരു വർക്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാന്ന്. ഓരോ ആളുകൾക്കും ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുക, കുറച്ച് പേർക്ക് മറ്റേ ഓരോരോ ഡ്യൂട്ടീസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതിനാണ് പീസ്ഫുൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മുകളിലൊന്ന് എഴുതി വെച്ചോളൂ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. പീസ്ഫുൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു ടേം ആണ് കേട്ടോ. അത് HRM ഉപയോഗിക്കുന്ന ഒരു ടേം ആണ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളൊരു അർത്ഥം. വർക്കിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് കൊടുക്കുന്നതെന്ന് പേഴ്സണൽ മാനേജ്മെന്റില്. ദെൻ HRM നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നില്ല, ഇന്റഗ്രേറ്റഡ് ആണ്, ഒന്നിച്ച് നമ്മളൊരു വർക്ക് കൊടുക്കുകയാണ്. ആ 2 പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ കേട്ടോ. പീസ്ഫുൾ ഡിസ്ട്രിബ്യൂഷനും ഇന്റഗ്രേറ്റഡ് ഡിസ്ട്രിബ്യൂഷനും, ആ 2 പോയിന്റ് ഓർത്തിരുന്നാൽ മതി. ക്ലിയർ ആയോ ആ പോയിന്റ്? പേഴ്സണൽ മാനേജ്മെന്റില് വർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ HRM ഇന്റഗ്രേറ്റഡ്, ഒന്നിച്ച് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ ഡിസ്ട്രിബ്യൂഷൻ ഒന്നും ചെയ്യുന്നില്ല, ഡിവൈഡ് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ. ജസ്റ്റ് ആ 2 സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. പീസ്ഫുൾ ഡിസ്ട്രിബ്യൂഷനും ഇന്റഗ്രേറ്റഡ് ഡിസ്ട്രിബ്യൂഷനും. ഓക്കെ. ക്ലിയർ ആണോ? ഫസ്റ്റത്തെ 5 കമ്പാരിസൺ ആണ്, നമ്മൾ പോയിന്റ്സ് ആണ് പറഞ്ഞത്. ക്ലിയർ ആണോ? 5 പോയിന്റ്സ് ഓക്കെ ആണോ? ബാക്കി റെസ്പോൺസ് ഒന്നും കാണുന്നില്ലല്ലോ. എന്ത് മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നല്ല മഴയും എല്ലാ സ്കൂളുകൾക്കും കുറച്ച് ജില്ലകൾക്കൊക്കെ അവധിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതില് നമുക്ക് അവധി കിട്ടാത്തതിന്റെ വിഷമമാണോ? ഓക്കെ. ഇല്ല. ഓക്കെ. എല്ലാവരും ക്ലാസ്സിൽ അറ്റൻറ്റീവ് ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ഉച്ച സമയമാണ്, അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നല്ല മഴയും കാറ്റും അല്ലെ, നല്ലൊരു എന്താ പറയാ, ഒരു അന്തരീക്ഷത്തിന് ഒരു വളരെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ അതിന്റെ മീൻസ് ഉറങ്ങിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഉറങ്ങിയാണോ എല്ലാവരും? ക്ലാസ്സിൽ തന്നെയില്ലേ എല്ലാവരും? ഓക്കെ. ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക കേട്ടോ, റെസ്പോൺസ് ഒക്കെ ചെയ്യാ. ദെൻ ഫസ്റ്റത്തെ 5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആദ്യത്തെ 5 പോയിന്റ് വായിക്കാം. നിങ്ങൾ വായിക്കുമ്പോഴേ മനസ്സിലാക്കി വായിച്ചു പോകണം കേട്ടോ. വെറുതെ വായിക്കുകയല്ല ചെയ്യേണ്ടത്, കമ്പാരിസൺ ആണ്. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ഇങ്ങനെ തന്നെ ഒന്ന് വായിക്കുമ്പോൾ തന്നെ അവരുടെ പോയിന്റ്സുകൾ ഷോർട്ട് ആക്കി മനസ്സിലൊന്ന് വായിച്ചു നോക്കാം. പേഴ്സണൽ ഇങ്ങനെയാണ്, അപ്പൊ ഹ്യൂമൻ റിസോഴ്സിൽ പേഴ്സണൽ സ്ലോ ആണ്, ഹ്യൂമൻ റിസോഴ്സിൽ ഫാസ്റ്റ് ആണ്, പേഴ്സണലില് എന്താണ് പീസ്ഫുൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അപ്പൊ HRM ആണെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആണ്. അങ്ങനെ സിമ്പിൾ ആക്കിയതിനൊന്ന് പറഞ്ഞു നോക്കി വായിക്കുമ്പോ പെട്ടെന്ന് പഠിച്ചെടുക്കാം. അപ്പൊ 5 പോയിന്റ് ആണ്, മനസ്സിലാക്കി വായിക്കാം. എവിടെയെങ്കിലും വായിച്ചതിന് ശേഷം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ ഫസ്റ്റ് 5 പോയിന്റ്? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. 6ാമത്തെ പോയിന്റ്. In personal management, job design is primarily based on division of work. Personal management job design ചെയ്തിരിക്കുന്നത് primarily based on division of work. ക്ലിയർ ആയത്? നമ്മള് ജോലി വിഭജനത്തെ ഡിവിഷൻ അല്ലെ, ജോലി വിഭജനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് പേഴ്സണൽ മാനേജ്മെന്റ്. While in the case of human resource management, employees are divided into groups or teams for performing any task. പേഴ്സണൽ മാനേജ്മെന്റില് പ്രൈമറി ആയിട്ട് നമ്മൾ ഡിവിഷൻ ഓഫ് വർക്കിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ജോലി വിഭജിക്കുകയാണ്, വിഭജനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഹ്യൂമൻ റിസോഴ്സിൽ എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ്, ടീംസ് ഫോർ പെർഫോമിംഗ് എനി ടാസ്ക്. ഏതെങ്കിലും ഒരു ടാസ്ക് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു. HRM-ൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ഇപ്പൊ ഒരു ടാർഗറ്റ് ബേസ്ഡ് ജോബ് ആണെങ്കിൽ ഒരു കൂട്ടം ആളുകളെ നമ്മള് ഒരു സെറ്റ് ടീമിന് ആ പോളിംഗ് സെക്ഷനിൽ മാത്രം ഇരുത്തുന്നു. അപ്പൊ അതിനുള്ള അവർക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് ആ ഒരു ടീമാണ് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി എനി ടാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പോ ടീംസോ ആക്കി മാറ്റുന്നു. HRM-ൽ ഇപ്പൊ പോളിംഗിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ട് അങ്ങനെ. നമ്മൾ ടാർഗറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ ടെലി മാർക്കറ്റിംഗ്, ടെലികോളിംഗ് അങ്ങനെയുള്ളതിലൊക്കെ ഇതുപോലെ ടീം വർക്ക് കൊടുക്കും അവർക്ക്. അപ്പൊ ഇത്ര ഇത് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടീമിനാണ് അതിന്റെ ബെനിഫിറ്റ്, ഒരാൾക്കല്ല. നമ്മൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓരോ ടീമായിട്ട് തിരിക്കും. കേട്ടിട്ടില്ലേ നിങ്ങള്? ഓരോ ടീമായിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? എല്ലാ ജോലികൾക്കും എല്ലാം കുറച്ചിങ്ങനെ ടാർഗറ്റ് ബേസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ ടീമായിട്ട് തിരിക്കും. അപ്പൊ അവര് ഒന്നിച്ച് ടീം വർക്കാണ്. ഇപ്പൊ നിങ്ങള് എനിക്ക് തോന്നുന്നു എക്സാമ്പിൾ പറയണമെങ്കിൽ സോഷ്യൽ മീഡിയയിലും മറ്റും ഒരുപാട് ഗ്രൂപ്പ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൺലൈനിൽ ഫോണിലൂടെ വരുമാനം നേടാന്നൊക്കെ പറഞ്ഞിട്ട് ജോലികൾ കണ്ടിട്ടുണ്ടോ? ടൈപ്പിംഗ് അല്ലാട്ടോ ഉദ്ദേശിച്ചത്. ഇതുപോലെ ടെലി മാർക്കറ്റിംഗ് പോലത്തെ ഒത്തിരി ജോലികൾ ഇന്ന് അവൈലബിൾ ആണ്. കുറെയൊക്കെ ഫേക്ക് ആയിട്ടുണ്ട്, എല്ലാം മീൻസ് ശരിയായിട്ടുള്ളതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിലിങ്ങനെ കണ്ടിട്ടുണ്ടാവും നിങ്ങള് ഇത്ര മെസ്സേജുകൾ. അവരൊരു ടീം വർക്ക് ആയിട്ടാണ്. അപ്പൊ ഈ ടീം വർക്ക് ആയിട്ട് അവർ ഇത്ര പേരെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ അതിലോട്ട് ചേർക്കാം. എനിക്ക് തോന്നുന്നു പേര് കൃത്യമായിട്ട് ഓർക്കുള്ള ഫിജി കാർട്ടാണോ? കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഫിജി കാർട്ടാണോ എന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ പേര്. യെസ്, ഫിജി കാർട്ട് പോലുള്ള അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഒരാൾ ജാസ്തി മാത്രം കേട്ടിട്ടുള്ളൂ. പിന്നെ ഉണ്ടാവുന്ന എനിക്ക് അറിയില്ല. ഒരു കുറച്ച് നാൾക്ക് അല്ലെ, കുറച്ച് നാളുകൾക്ക് മുന്നേ ഫിജി കാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടെലി മാർക്കറ്റിംഗ് തന്നെയാണ് സംഭവം. അതും ഇതുപോലെ ഒരാളാണോ ഒരു ടീം ഉണ്ടാകും അല്ലെ. അപ്പൊ ഒരു ടീമിൽ ഇത്ര ആളുകളായിരിക്കും അതില്. സോ ആ ഒരു ടീം വർക്ക് ആയിട്ടാണ് അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ ഇത്ര എമൗണ്ട് ഒക്കെ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഒരു ടീമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞാട്ടോ. ഫിജി കാർട്ട് ആരും കേട്ടിട്ടില്ല? ഫിജി കാർട്ടൺ തന്നെയാണോ? യെസ്, ഓക്കെ, കുറച്ച് പേർക്ക് അറിയാം. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞതല്ലോ കേട്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞത് പേഴ്സണൽ മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് പ്രൈമറിലി നമ്മൾ നോക്കുന്നത് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് ഇതുപോലെ എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്തിട്ട് അവര് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആക്കി മാറ്റുന്നു. PM എന്ന് വെച്ചാൽ അറിയാലോ, പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. ഷോർട്ട് ആക്കി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇൻ PM, പേഴ്സണൽ മാനേജ്മെന്റ്, the agreements are based on collective bargaining with the union leader. നമ്മളൊരു യൂണിയന്റെ കാര്യം പറഞ്ഞായിരുന്നു, ഓർക്കണുണ്ടോ? യൂണിയൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ യൂണിയന്റെ കാര്യം പറഞ്ഞത്? ആർക്കും ഓർമ്മയില്ല? യൂണിയൻ നമ്മൾ പറഞ്ഞ ട്രേഡ് യൂണിയൻസ് ഉണ്ടാകും. അപ്പൊ അവരുമായിട്ട് നല്ലൊരു കണക്ഷൻ ലിങ്ക് ഉണ്ടായിരിക്കണം. ഒരാൾക്ക് മാത്രം ഓർമ്മയുള്ളൂ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് എഗ്രിമെന്റ്സ് ആർ ബേസ്ഡ് ഓൺ കളക്റ്റീവ് ബാർഗൈനിങ് വിത്ത് യൂണിയൻ ലീഡർ. Conversely, in HRM, there is no need for collective bargaining as individual contracts exist with each employees. അതായത് പേഴ്സണൽ മാനേജ്മെന്റിൽ നമ്മൾ പറഞ്ഞു യൂണിയൻ, ട്രേഡ് യൂണിയൻ ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഓരോ നമ്മൾ ജോലിയിൽ ഏർപ്പെടുമ്പോൾ അവിടുത്തെ ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉണ്ടാവും. സോ ഈ യൂണിയൻ ലീഡറാണ് നമ്മൾ എന്ത് കാര്യങ്ങൾക്കും കളക്റ്റീവ് ബാർഗൈനിങ്ങിന് ബന്ധപ്പെടുന്നത്. എന്തില്ല? പേഴ്സണൽ മാനേജ്മെന്റില് ബാർഗെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ വിലപേശുക എന്നാണ്. ഇവിടെ എങ്ങനെയാ വിലപേശുന്നത്? ഒരു സാധനം വിറ്റിട്ടുള്ള വിലപേശലാണോ HRM-ൽ പറയുന്നത്? അങ്ങനെയാണോ? പേഴ്സണൽ മാനേജ്മെന്റില് നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു വിറ്റിട്ടുള്ള വിലപേശലാണോ? അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കളക്റ്റീവ് ബാർഗൈനിങ് വിത്ത് യൂണിയൻ ലീഡറിന്. അതായത് പേഴ്സണൽ മാനേജ്മെന്റില് നമ്മൾ പറഞ്ഞു
ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉണ്ടാകും. സോ ഈ യൂണിയൻസ് ആയിട്ട് നല്ലൊരു കണക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കണം. ഇവിടെ പറയുന്നത് യൂണിയൻ ലീഡറിനോട് ബാർഗെയിൻ ചെയ്യുന്നത്, അതായത് വിലപേശുന്നത്. എങ്ങനെ? അതായത് ഇപ്പോ അവിടെയുള്ള വർക്കേഴ്സിന് അവർക്ക് കൃത്യമായിട്ടുള്ള സാലറി കിട്ടുന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും അവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അവർ എന്ത് ചെയ്യും? യൂണിയൻ ലീഡറിനെയാണ് അവര് വിലപേശുന്നത്. വിലപേശുക വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? അവരുടെ അവകാശങ്ങൾ, ഇപ്പൊ സാലറി കിട്ടണില്ലേ, അതൊക്കെ അവർക്ക് നേടിത്തരാനായിട്ട് അവർ എന്ത് ചെയ്യും? യൂണിയൻ ലീഡറിന്റെ അടുത്താണ് ചെല്ലുന്നത്. ക്ലിയർ ആയോ? പേഴ്സണൽ മാനേജ്മെന്റിൽ ഓക്കെ, ഒരു യൂണിയൻ ലീഡർ ഉണ്ടാകും. ട്രേഡ് യൂണിയനുകളൊക്കെ ഉണ്ടല്ലോ. സോ അവർക്ക് അവരുടെ അവകാശങ്ങളൊക്കെ കിട്ടുന്നില്ല എങ്കിൽ, അവകാശങ്ങൾ എന്ന് വെച്ചാൽ അറിയാലോ, ഇപ്പൊ അവരുടെ വർക്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ആകാം, സാലറി കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അവർ എന്ത് ചെയ്യും? അവരുടെ അവകാശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യും? യൂണിയൻ ലീഡറിന്റെ അടുത്തായിരിക്കും ബാർഗെയിൻ ചെയ്യുന്നത്. കിട്ടിയോ? ഇപ്പൊ എന്താണ് ബാർഗെയിൻ എന്നുള്ളത്? വിലപേശലിന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്? ഓക്കെ, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവര് ഈ യൂണിയൻ ലീഡറിന്റെ അടുത്ത് പോയിട്ട് ബാർഗെയിൻ ചെയ്യുന്നു. In HR, there is no need for collective bargaining as individual contracts. ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോൺട്രാക്ട്സ് ആണ്. അപ്പൊ അവിടെ ബാർഗെയിനിങ്ങും ഇല്ല, യൂണിയൻ ട്രേഡ് ആയിട്ട് വലിയ കണക്ഷൻ ഒന്നും ഇല്ല. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കാം. In personal management, the pay is based on job evaluation. Personal management pay is based on job evaluation. അല്ലെ, ജോബിന്റെ ശമ്പളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിയുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ്. Unlike HRR work basis of pay is performance evaluation. നമ്മൾ പറഞ്ഞു എംപ്ലോയീസിന്റെ പെർഫോമൻസിന്റെ ബേസിസിലാണ് അവർക്ക് പേ കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു എക്സ്ട്രാ അവർക്ക് എന്തെങ്കിലും ഇൻസെന്റീവ്സ് കൊടുക്കും, അല്ലെങ്കിൽ റിവാർഡ്സ് കൊടുക്കും. ഇപ്പൊ ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്യുന്നവരാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സാലറി പ്ലസ് ഇൻസെന്റീവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. പേഴ്സണൽ മാനേജ്മെന്റിൽ ജസ്റ്റ് ആ ജോബ് ഇവാലുവേഷൻ, അവൻ എങ്ങനെ ജോലി ചെയ്യുന്നു അത്ര നോക്കുന്നുള്ളൂ. അതായത് അവന്റെ പെർഫോമൻസോ, അവന്റെ മാക്സിമം പെർഫോമൻസോ, അവന്റെ എക്സ്ട്രാ വർക്കോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേഴ്സണൽ മാനേജ്മെന്റിൽ നോക്കുന്നില്ല. Then last one, അടുത്ത പോയിന്റ് നോക്കാം കേട്ടോ. In personal management, ordinary activities such as personal management വരുന്ന ആക്ടിവിറ്റികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണേ. നോക്കാം. എംപ്ലോയി ഹയറിംഗ്, remunerating, ട്രെയിനിങ് ആൻഡ് ഹാർമണി, ഇത്രയും കാര്യങ്ങളാണ് പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്ന പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തു പോയേക്ക് കേട്ടോ. പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ് എംപ്ലോയി ഹയറിംഗ്, remunerating, ട്രെയിനിങ് ആൻഡ് ഹാർമണി. On the contrary, human resource management focus on treating employee as value asset which are to be value used and preserved. പക്ഷെ HRM നമ്മൾ പറഞ്ഞു എംപ്ലോയീസിന് ഒരു മൂല്യമുള്ള ഒരു അസറ്റ് ആണ്, അല്ലെ? ഒരു അസറ്റ് ആയിട്ട് കണക്കാക്കുന്നു. ദെൻ അതിന് വാല്യൂ ഉണ്ട്, വിലമതിക്കുകയും പ്രിസർവ്ഡ് ചെയ്യുന്നു. മീൻസ് അതിനെ സംരക്ഷിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു. എംപ്ലോയിനെ അസറ്റ് ആയിട്ട് കാണുകയും അതിനെ വിലമതിക്കുന്നു, അതിനെ സംരക്ഷിക്കുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു, പ്രിസർവ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? 6, 7, 8, 9 4 പോയിന്റ് ആണ് നമ്മൾ വായിച്ചത്. കമ്പാരിസൺ തന്നെ. ക്ലിയർ ആണ് എല്ലാ പോയിന്റ്സും? ഒന്ന് വായിച്ചു നോക്കി. വായിക്കുമ്പോ കമ്പാരിസൺ ചെയ്ത് വായിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ 4 പോയിന്റ്സ്? ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ വായിച്ചിട്ട്? ഓക്കെയാണ്. സോ നമ്മൾ നോക്കിയത് ഡിഫറൻസസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇപ്പൊ നമ്മൾ കുറച്ച് കമ്പാരിസൺ ആണ് പറഞ്ഞത്. ഇനി ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യണോ? എല്ലാ പോയിന്റ്സും ഒരു പ്രാവശ്യം വായിക്കണോ? നമുക്ക് വായിക്കണോ? വേണ്ട. ഓക്കെ ആണ് എല്ലാവർക്കും? ക്ലിയർ ആണോ? ഇനി ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഒരു പ്രാവശ്യം കൂടി. ഓക്കെ, ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ഞാൻ വായിക്കാം കേട്ടോ. നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണല്ലോ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ടോട്ടൽ ഒരുമിച്ച് എല്ലാം കൂടി ഒരു പ്രാവശ്യം വായിക്കാം കേട്ടോ. നോക്കാം. ഫസ്റ്റ് വൺ, personal management deals with the workforce within the enterprises. Human resource management, which focus on the best possible use of the enterprises manpower. ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ നോക്കി അതിന്റെ അർത്ഥം മനസ്സിലാക്കി വായിക്കണം കേട്ടോ. Human resource management is the advanced version of personal management. Personal management views workers as tools or machines, whereas human resource management views it is an important asset of the organization. Decision making is slow in personal management, but sane is comparatively fast in human resource management. ചെറിയ പോയിന്റ് ആക്കി മനസ്സിൽ വായിക്കാട്ടോ. മറ്റേ സ്ലോ ആണ്, അപ്പൊ അവിടെ ഫാസ്റ്റ് ആണ്. അങ്ങനെ മനസ്സിലാക്കി അങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങളുടെ രീതിയിലോട്ട് അതിന്റെ എളുപ്പത്തിൽ പഠിച്ചു വെക്കണേ. Then in personal management, there is a piecemeal distribution of initiatives. However, integrated distribution of initiatives, there is a human resource management. So, personal management la piecemeal distribution ആണ്, HRM la integrated distribution. അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. Then അടുത്ത പോയിന്റ്, in personal management, job design is primarily based on division of work, while in the case of human resource management, employees are divided into groups or teams for performing any task. In personal management, the agreements are based on collective bargaining with a union leader. In HRM, there is no need for collective bargaining. Personal management ila നമ്മൾ യൂണിയൻ ലീഡറിന്റെ അടുത്താണ് ബാർഗെയിനിങ് ചെയ്യുന്നത്. പക്ഷേ HRM-ലാണെങ്കിലോ ബാർഗെയിന്റെ ആവശ്യമൊന്നുമില്ല. Then personal management pay based on job evaluation. HRM pay based on performance evaluation. Then last one, in personal management, activities such as hiring, then remuneration, training and harmony. Then human resource management focus on training employee value asset, then valued and preserved. Clear ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? കമ്പാരിസൺ പഠിച്ച എല്ലാവരും? ഓക്കെ, അപ്പൊ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യാം. നിങ്ങൾ ടെക്സ്റ്റ് അല്ലെങ്കിൽ ബുക്കിൽ നോക്കി പഠിക്കുമ്പോൾ പറ്റുന്നവരൊക്കെ, നിർബന്ധം പറയണില്ല, നമ്മൾ കയ്യിലൊരു റഫ് ബുക്കോ അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് ഈ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കമ്പാരിസൺ നിങ്ങൾ തന്നെ ചെറിയൊരു ടേബിൾ ആക്കി എഴുതി വെച്ചാൽ പഠിച്ചാല് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, പറ്റുന്ന പോലെ. ഞാൻ എന്താ പറയാ, കമ്പൽസറി ആയിട്ട് പറയണല്ല കേട്ടോ, അല്ലെങ്കിൽ നാളെ കാണിക്കണം അങ്ങനെയുള്ള രീതിയിലല്ല, നിങ്ങൾക്ക് വേണ്ടി എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വായിക്കുമ്പോൾ അറിയാലോ അതിനകത്ത് മെയിൻ പോയിന്റ് ഏതാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരിടത്തിൽ സ്ലോ ആണ്, ഫാസ്റ്റ് ആണ്. പീസ്ഫുൾ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അവിടെ ഇന്റഗ്രേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒരിടത്തിലെ ജോബ് ഇവാലുവേഷനെ ബേസ് ചെയ്തിട്ടാണ് പേ കൊടുക്കുന്നത്. ഇവിടെയാണെങ്കിലോ ജോബ് പെർഫോമൻസ് ആണ്. ഓക്കെ, ഞാൻ എക്സ്ട്രാ നോട്ടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റുന്നവരെ അങ്ങനെ ഒന്നും ചെയ്തു വെക്കാം കേട്ടോ, സമയം കിട്ടുന്നത് പോലെ. എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല, അറിയാം. എങ്കിലും പറ്റുന്ന പോലെ ടൈം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് എഴുതി വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോകാം. അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഡെഫിനേഷൻ പഠിച്ചു, രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് HR managers duties and line managers duty. രണ്ട് വ്യക്തികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. HR മാനേജറും അതോടൊപ്പം തന്നെ ലൈൻ മാനേജർ. ഓക്കെ, രണ്ടുപേരും ആരൊക്കെയാണെന്ന് നോക്കാം, then അവരുടെ ഡ്യൂട്ടീസ് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് HR മാനേജറെ കുറിച്ചാണ് കേട്ടോ. നോക്കാം.
as a manager of an important division of an organization. Underline ചെയ്യാട്ടോ. As a manager of an important division of an organization. അതായത് ഒരു പ്രധാന വിഭാഗത്തിന്റെ, ഒരു ഡിവിഷന്റെ, ഒരു ഓർഗനൈസേഷന്റെ ഏതെങ്കിലും ഒരു ഡിവിഷന്റെ ഒരു പ്രധാന വിഭാഗത്തിന്റെ മാനേജർ ആണെന്ന്. ഓക്കെ, HR മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിവിഷന്റെ പ്രധാനപ്പെട്ട ഒരു മാനേജർ ആണ്. The duties are usually many and also hold great importance in the company. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഡ്യൂട്ടീസ് ഉണ്ട്. ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്, ഒരു കമ്പനിയിൽ ഏറ്റവും വലിയ എന്താ പറയാ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നൊക്കെ പറയില്ലേ, അദ്ദേഹമാണ് HR മാനേജർ. കമ്പനിയിലെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി. സോ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് കൺസെപ്റ്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. പോയിന്റ് വൈസ് ആയിട്ട് തന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് പഠിക്കാൻ മാക്സിമം എളുപ്പത്തിൽ തന്നിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് കമ്പയറിംഗ് ആൻഡ് പ്ലാനിംഗ് to make the best use of employee talents and skills. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. കമ്പയറിംഗ് ആൻഡ് പ്ലാനിംഗ് ബെസ്റ്റ് യൂസ് ഓഫ് എംപ്ലോയി ടാലൻസ് ആൻഡ് സ്കിൽസ് അല്ലേ. അതായത് എന്താണ്, എംപ്ലോയീസിന്റെ അവരുടെ കഴിവുകള്, അവരുടെ ടാലൻസ്, സ്കിൽസ് അല്ലെ, അവരുടെ കഴിവുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് കമ്പയർ ചെയ്യാനും, അതുപോലെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുക. അതായത് അവർക്ക് മാക്സിമം വർക്കൊക്കെ കൊടുത്തിട്ട് അവരുടെ പെർഫോമൻസിലേക്ക് വിലയിരുത്താണ്. അവരുടെ കഴിവുകളും അതുപോലെ അവർക്ക് മറ്റെന്തെങ്കിലും പുതിയ പുതിയ അറിവുകളോ നോളജോ അപ്പൊ അവർക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലേ. അവരുടെ വർക്ക് നോക്കും, പെർഫോമൻസ്. സോ ഈ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് അവരെ കമ്പയർ ചെയ്യുക, അതിനുള്ള പ്ലാനിങ്സ് ഒക്കെ കൊടുക്കുക. ദെൻ രണ്ടാമതായിട്ട് പറയുന്നത് അഡ്മിനിസ്റ്റർ ദ വർക്ക് ഓഫ് സപ്പോർട്ട് സ്റ്റാഫ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഓഫ് ദെയർ ടീം. അഡ്മിനിസ്റ്റർ ദ വർക്ക് ഓഫ് സപ്പോർട്ട് സ്റ്റാഫ്, അതായത് സപ്പോർട്ട് സ്റ്റാഫിന്, അതായത് ജോലി കൈകാര്യം, സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ജോലി കൈകാര്യം ചെയ്യാനുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. സ്പെഷ്യലിസ്റ്റ് ഓഫ് ദെയർ ടീം. അഡ്മിനിസ്റ്റർ വർക്ക് സപ്പോർട്ട് സ്റ്റാഫിന് ഒരു എന്താ പറയാ ഒരു സപ്പോർട്ട് കൊടുക്കാന്ന് പറയില്ല, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് സപ്പോർട്ട് കൊടുക്കുക വർക്കിലും കാര്യങ്ങൾക്കും. ദെൻ സ്പെഷ്യലിസ്റ്റ് കൈകാര്യം ചെയ്യുക, അവിടെയുള്ള വർക്കുകൾ ആ ടീമിലെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുക. അദ്ദേഹം ഒരു ഡിവിഷന്റെ മാനേജർ ആണല്ലോ. സോ ആ ഡിവിഷനിൽ വരുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ അവിടുത്തെ സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യുക, ആ ഒരു ടീമിന്. മൂന്നാമതായിട്ട് പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ്. എംപ്ലോയീസും ആ ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസും അതുപോലെ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സ്ഥാപിക്കുക എന്ന്. ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം, പ്രശ്നങ്ങളൊന്നും വരാതൊക്കെ നോക്കാന്ന്, നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യാൻ നോക്കുക. Then guiding, helping their team in recruiting and hiring employee workforce. റിക്രൂട്ട് ചെയ്യാനും ഹയർ ചെയ്യാനും എംപ്ലോയീസിനെയൊക്കെ എന്ത് ചെയ്യുക, അവരുടെ ടീമിനെ അദ്ദേഹം എന്താ ഒരു ഹെഡായിട്ട് നിൽക്കുകയാണല്ലോ. സോ ഒരു ഗൈഡ് പോലെ അവർക്ക് ഹെൽപ്പ് ചെയ്യാന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക ടീമിന്. എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനും ഹയർ ചെയ്യാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, അവർക്കൊരു ഗൈഡ് കൊടുക്കുക. മാനേജ് ആൻഡ് ഇംപ്ലിമെന്റ് എംപ്ലോയി ബെനഫിറ്റ്സ് പ്രോഗ്രാം. എംപ്ലോയീസിന്റെ ബെനഫിറ്റ്സ് പ്രോഗ്രാംസുകൾ അല്ലേ, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുക. ഇപ്പൊ ഇൻസെന്റീവ്സ് ടാർഗറ്റ് ഒക്കെ വെച്ച് നമ്മൾ പറഞ്ഞില്ലേ, അവർക്ക് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇൻസെന്റീവ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുക. പെർഫോമൻസ് ഒക്കെ വിലയിരുത്തിക്കൊണ്ട് ഇൻസെന്റീവ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. സോൾവിംഗ് ആൻഡ് അവോയ്ഡിംഗ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്ട്സ് അറൈസിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ. കോൺഫ്ലിക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കോൺഫ്ലിക്ട്സ് ഒരു കമ്പനിയിൽ കോൺഫ്ലിക്ട്സുകളൊക്കെ ഉണ്ടാകും അല്ലെ, തർക്കങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ സ്റ്റാഫുകൾ തമ്മില് അല്ലെങ്കിൽ സ്റ്റാഫും ഓർഗനൈസേഷന്റെ മാനേജേഴ്സും തമ്മില് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് സോൾവ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനെന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, സോ അത് സോൾവ് ചെയ്യുക, ദെൻ അവോയ്ഡ് ചെയ്യുക. ലാസ്റ്റ് വൺ, consulting with the department managers over important organizational issues. അതായത് പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ആ ഒരു കമ്പനിയെ ബാധിക്കുന്ന അദ്ദേഹത്തിന്റെ ഡിവിഷനിൽ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഡിപ്പാർട്ട്മെന്റ് മാനേജറായിട്ട് സംസാരിക്കുകയാണ്.
ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെന്റിലെ മാനേജറായിട്ട് സംസാരിക്കുക. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയുമ്പോൾ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് HR മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി ഞാൻ പോയിന്റ്സുകൾ വായിക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാകാം. കൺഫ്യൂഷൻ അല്ല, കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കാണും. കുഴപ്പമില്ല, മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക കേട്ടോ. അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. ഞാൻ ഒരിക്കലും ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ഫേവർ ചെയ്യുന്ന ഒരാളല്ല. ഒരു കാര്യത്തിൽ നമ്മൾ അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാല് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിനെ ചുരുക്കി എഴുതി, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു ടേബിൾ ആക്കി പഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പഠിക്കാം. കാരണം ഒരുപാട് പോയിന്റ്സ് ഉള്ള കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാല് എന്താ പറയാ, ഇതിൽ റിസ്ക് ഉള്ള കാര്യമുണ്ട്. എല്ലാവർക്കും അത് ഒരുപോലെ ബൈഹാർട്ട് ചെയ്ത് മനസ്സിലിരിക്കണം എന്നില്ല. സോ മനസ്സിലാക്കി പഠിച്ചാൽ മതി. നിങ്ങൾ ഓരോ പോയിന്റ്സ് വായിക്കാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഒരുപാട് പോയിന്റ്സ് വരുമ്പോൾ സ്പ്ലിറ്റ് ചെയ്തത് നമ്മളുടേതായിട്ടുള്ള രീതിയിലോട്ട് മാക്സിമം എളുപ്പത്തിലാക്കി പറയുന്നത്. ഓക്കെ, നോക്കാം. HR മാനേജറിന്റെ ഡ്യൂട്ടീസ്. Comparing and planning to make best use of employee talents and skills. അല്ലെ, എംപ്ലോയീസിന്റെ ടാലൻസും സ്കിൽസ് ഒക്കെ പ്രയോജനപ്പെടുത്തുകയും കമ്പയർ ചെയ്യുകയും ചെയ്യുക. Administer the work of support staff and specialists of their team. വർക്ക് സപ്പോർട്ട് കൊടുക്കാതെ ടീമിലുള്ള എംപ്ലോയീസിനൊക്കെ നല്ല വർക്ക് സപ്പോർട്ട് കാര്യങ്ങൾ കൊടുക്കുക. Then establishing relationship between employee and organization management. എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. Guide in helping their team in recruiting and hiring employee workforce. ഗൈഡ് ചെയ്യുക, റിക്രൂട്ട് ചെയ്യാനും ഹയർ ചെയ്യാനൊക്കെ ഗൈഡ് ചെയ്യുക. Manage and implement employee benefits program. എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സ് പ്രോഗ്രാം ഒക്കെ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. എക്സാമ്പിൾ ആണ് പറഞ്ഞത്, ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. Solving and avoiding different type of conflicts arising is in an organization. നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ വരുന്ന പ്രശ്നങ്ങള് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. Consulting with department managers over important organizational issues. എന്തെങ്കിലും ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന ഇഷ്യൂസ് വരികയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് മാനേജർ നമ്മൾ വിവരം അറിയിക്കുക. ഇത്രയുമാണ് HR മാനേജറിന്റെ ഡ്യൂട്ടീസ്. ക്ലിയർ ആണ് എല്ലാവർക്കും പോയിന്റ്സുകള്? ഓക്കെ ആണോ? ഒരു പ്രാവശ്യം വായിച്ചതുകൊണ്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. കുറച്ചൊന്ന് രണ്ട് തവണ വായിച്ചാൽ മാത്രമേ പോയിന്റ്സുകൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു പ്രാവശ്യം ഒറ്റ വാക്കിൽ പഠിച്ചെടുക്കാന്ന് ആരും വിചാരിക്കണ്ട. നല്ല രീതിയിൽ അതിന് മനസ്സിലാക്കി വായിക്കണം. വെറുതെ ഒന്ന് ഓടിച്ചിട്ട് വായിച്ചാൽ കിട്ടാവുന്ന പോയിന്റ്സുകളല്ല. ഓക്കെ, പഠിച്ചു വരുന്നേയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചാകുമ്പോഴേക്ക് നമുക്ക് ആ ഒരു ട്രാക്കിലോട്ട് എത്തി. നമ്മളിപ്പോ അയക്കണ്ടേ, ഏകദേശം നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് എത്തിക്കഴിഞ്ഞു. എത്തിയോ? കുറെ മാറ്റങ്ങൾ വന്നില്ലേ പഠിച്ചു തുടങ്ങിയപ്പോ? ഓരോ ചാപ്റ്റേഴ്സ് ഒക്കെ വരുമ്പോഴും ഓരോ ടീച്ചേഴ്സിനും കൂടുതൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചാപ്റ്റേഴ്സുകളല്ലേ. ഏകദേശം ഇപ്പൊ ഒരു കൊമേഴ്സ് ബേസ് ഇല്ലാത്തവരോ അല്ലെങ്കിൽ കുറെ ഗ്യാപ്പൊക്കെ ആയിട്ട് പഠിക്കുന്നവരൊക്കെ ആണെങ്കിലും നമ്മൾ ആ ഒരു പഠനത്തിലോട്ട് എത്തിക്കഴിഞ്ഞു. എത്തിയോ? നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. എത്തി എല്ലാവരും? ഇനി ട്രാക്കിലോട്ട് വരാത്തവരാണെങ്കിലും ഉണ്ടോ? ഇനി വരാനുണ്ടെങ്കിൽ ഈ ഒരാഴ്ച കൊണ്ട് ട്രാക്കിലോട്ട് എത്തണം. ഓക്കെ, എത്തണമെങ്കിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ചുമ്മാ ഞാൻ പറയുന്നത് പോലെ ട്രാക്കിലോട്ട് എത്തുകയല്ല. നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഡ്യൂട്ടികളും നമ്മൾ ചെയ്യണം. എന്താ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്? മോക്ക് ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ഈ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ മാക്സിമം നിങ്ങൾ അത് പഠിച്ചും കൂടി പോകാം. ദെൻ അതാത് ക്ലാസ്സുകൾ ഡെയിലി മാക്സിമം ഒന്ന് തന്നെ പഠിച്ചു പോവാം. ഓക്കെ, ദെൻ വായിച്ചു നോക്കാം കേട്ടോ. HR മാനേജറിന്റെ ഡ്യൂട്ടീസ് മനസ്സിലാക്കി വായിക്കണം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? HR മാനേജർ ഡ്യൂട്ടീസ് വായിച്ചിട്ട് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? നമ്മുടെ ബൈഹാർട്ട് ചെയ്യുമ്പോഴാണ് ടഫായിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് അടുത്ത പേഴ്സൺ ആണ് ലൈൻ മാനേജർ. ഓക്കെ, നോക്കാം. The line manager is a person or employee of an organization who directly directs the other employees and is in charge of all the individuals working in a department. Underline ചെയ്യാട്ടോ. Line manager is the person or employee of an organization. The organization's employee or person ആണ്. Then who directly directs the other employees and in charge of all the individuals working in a department. Clear? ഒരു ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ എംപ്ലോയീസിന്റെയും ഡയറക്ഷൻ മീൻസ് എല്ലാ എംപ്ലോയീസിന്റെയും ചുമതല വഹിക്കുന്ന ഒരു വ്യക്തി. സൂപ്പർവൈസ് ചെയ്യാന്നൊക്കെ പറയില്ല നമ്മള്, ഫ്ലോർ മാനേജർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു സെക്ഷനിലെ കാര്യങ്ങള് അവിടുത്തെ ആളുകളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി. ഫ്ലോർ മാനേജർ കേട്ടിട്ടില്ലേ? ആ ഫ്ലോറിലുള്ള വർക്കേഴ്സിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. അതുപോലെ വർക്കിംഗ് ഇൻ എ ഡിപ്പാർട്ട്മെന്റ്, ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ അവിടുത്തെ സ്റ്റാഫുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇദ്ദേഹമാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. ഓക്കെ, അവിടുത്തെ അവര് വർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അണ്ടർലൈൻ ചെയ്തോ? ആരാണ് ലൈൻ മാനേജർ എന്ന്? അണ്ടർലൈൻ ചെയ്തില്ല എല്ലാവരും? ലൈൻ മാനേജർ. ഓക്കെ, the line manager reports to someone in a higher position. ലൈൻ മാനേജർ ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ അത് ഹയർ പൊസിഷനിലേക്ക് അദ്ദേഹത്തിന്റെ ഉയർന്ന ആ പൊസിഷനിലുള്ള മാനേജർക്കോ മറ്റും റിപ്പോർട്ട് ചെയ്യുന്നു. Then following are duties of line manager. അപ്പോ ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. HR മാനേജറിന്റെ ഡ്യൂട്ടിയാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. നോക്കാം. Recruiting and hiring talent to fill team positions. റിക്രൂട്ട് ചെയ്യുക, ഹയർ ചെയ്യുക അല്ലെ? നമ്മൾ പറഞ്ഞു പുതിയ ടീമിലുള്ള മെമ്പേഴ്സിനെയൊക്കെ പൊസിഷനിലോട്ട് എന്ത് ചെയ്യുക? ആളുകളെയൊക്കെ നിയമിക്കുന്നു അല്ലെ? ഫില്ല് ചെയ്യാനായിട്ട് കഴിവുള്ളവരെയൊക്കെ നിയമിക്കും. ഓരോ ഫില്ലിംഗ് വേക്കൻസിയിലോട്ട് ഫില്ല് ചെയ്യുന്നത് ആളുകളെ, അതായത് ക്വാളിഫിക്കേഷനും അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും? ഫില്ല് ചെയ്യുന്നു. പ്രൊവൈഡിങ് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ടു ന്യൂ ഹയേഴ്സ് അല്ലെ? അതായത് പ്രൊവൈഡിങ് ട്രെയിനിങ്, പുതിയ നിയമനക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, സപ്പോർട്ട് ഒക്കെ കൊടുക്കുക. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു കമ്പനിയിൽ ജോലിക്ക് കയറി വിചാരിക്കാം. അപ്പൊ ചിലപ്പോ അവര് 3 മാസം ട്രെയിനിങ് ആണെന്ന് പറയാറില്ലേ? ഇട്ടോ അങ്ങനെ ചില കമ്പനികൾക്കൊക്കെ ട്രെയിനിങ് പീരീഡ് കൊടുക്കും. 3 months ട്രെയിനിങ് ആണെന്ന് പറയും. സോ നമുക്ക് ഒരാളെ നിയമിച്ചു തരും. ആളാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്, ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ പറഞ്ഞു തരുന്ന വ്യക്തിയാണ് ആര്? ലൈൻ മാനേജർ. അദ്ദേഹമാണ് പുതിയ ന്യൂകമേഴ്സ് ഒക്കെ വരുമല്ലോ, അതായത് പുതിയ ജീവനക്കാര് പുതിയതായിട്ട് ജോലിക്ക് കയറുന്ന വ്യക്തികൾ വരുമ്പോൾ അവർക്ക് ട്രെയിനിങ്സിന് വേണ്ട കാര്യങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു, എങ്ങനെയാ വർക്ക് ചെയ്യേണ്ടത് അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ അതിനുള്ള ട്രെയിനിങ്സ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ആരാണ്? ലൈൻ മാനേജർ. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് ജോബ് റൊട്ടേഷൻ. എൻഷുർ ജോബ് റൊട്ടേഷൻ, മിനിമൈസ് അസൈൻമെന്റ് കവറേജ് ഗ്യാപ്സ്. ജോബ് റൊട്ടേഷൻ കൊടുക്കുന്നത്, ഉറപ്പുവരുത്തുന്നത്. ഇനി ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? റൊട്ടേറ്റ് ചെയ്യാന്ന്, ജോബ് റൊട്ടേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയാ? ജോബ് റൊട്ടേഷൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ജോബ് റൊട്ടേഷൻ ഒരു ഐഡിയ ഇല്ല. ആലോചിച്ച് നോക്കി, ഒരു കമ്പനിയിൽ ജോബ് റൊട്ടേഷൻ കൊടുക്കുക, അതായത് ഇപ്പോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ നമ്മൾ ഒരേ ജോബ് തന്നെ സെയിം ചെയ്യുമ്പോൾ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് വല്ലാതെ ബോറടിക്കൊക്കെ തോന്നും അല്ലെ? അപ്പൊ ഇപ്പൊ ഒരു കമ്പനിയിൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കോളിംഗ് സ്റ്റാഫ് ഇരിക്കണം. പൊസിഷൻ അതെ പൊസിഷൻ ചേഞ്ചിങ് തന്നെയാണ്. നമ്മൾ സെയിം ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരുത്തും. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഒന്ന് പ്രിന്റിംഗ് സെഷനിലോട്ട് മാറ്റും, അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു അഡ്മിൻ ആയിട്ടിരിക്കുന്നവരാണ്, റിസപ്ഷനിൽ ഇരിക്കുന്ന അഡ്മിൻ ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് അവരെ വേറൊരു നെക്സ്റ്റ് അടുത്തൊരു പൊസിഷനിലേക്ക് മാറ്റും, ചേഞ്ച് ചെയ്യുന്നു. അതായത് ഒരേ ഇത് നമ്മൾ വ്യത്യാസങ്ങൾ മീൻസ് അവർക്ക് വർക്ക് ചെയ്യാനും ഒരു ബോറിംഗ് ഒക്കെ തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് നമ്മൾ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും അവരുടെ വർക്കുകൾ. ഓക്കെ, അവർക്ക് അറിയാത്തൊരു ഇതിനകത്തോട്ട് കൊണ്ട് ഇരുത്താന്നല്ലാട്ടോ അതിന്റെ അർത്ഥം. അതായത് നമ്മൾ ചേഞ്ച് ചെയ്യാം, വർക്ക് കൊടുക്കാന്ന്. ഒരേ സമയത്ത് തന്നെ സെയിം കുറേ നാൾ ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോറിംഗ് വരും അല്ലെ?
അപ്പോ അവരുടെ വർക്കുകളിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ചിലപ്പോൾ കുറച്ച് കോളിംഗ് സെക്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് ഒരു കളക്ഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് എടുക്കുക, അങ്ങനെ കുറച്ച് ചേഞ്ചസുകൾ വരുത്തുന്നുണ്ട്. ഇതിനാണ് ഈ ജോബ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ജോബ് പ്രൊട്ടക്ഷൻ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് റൊട്ടേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിലെന്ന്. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചേഞ്ചസുകൾ വരുത്തുന്നത്. സോ കവറേജ് അവിടെ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്ത് പോകുന്നത്. ഇപ്പൊ അവിടെ എന്തെങ്കിലും വേക്കൻസി അല്ലെങ്കിൽ അവിടെ ആളില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരാളെടുത്ത് അങ്ങോട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഒരു ടീച്ചർ ഇല്ല എങ്കിൽ നെക്സ്റ്റ് പകരം വേറൊരു ടീച്ചർ നമ്മൾ കയറാറുണ്ട്. സ്കൂളിലൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ലേ, ആ ഒരു ടീച്ചർ ലീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? പകരം വേറൊരു അടുത്ത ആള് കയറും. അപ്പൊ അവിടുത്തെ ഗ്യാപ്പ് എന്തായാലും ഫില്ലായി, അവിടുത്തെ വർക്ക് നടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ പകരം ഒരാളെ വെച്ചു, നമ്മൾ എന്ത് ചെയ്യും? ഗ്യാപ്പ് ഫില്ലായി. ഇതുപോലെ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഓക്കെ. Then providing coaching and performance feedback to all team members. Providing coaching and performance feedback to all team members. അല്ലേ, നമ്മൾ പറഞ്ഞു പരിശീലനങ്ങൾ കൊടുക്കുന്നു, ടീം മെമ്പേഴ്സിന് പരിശീലനം കൊടുക്കുന്നു, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കുന്നു. Communicating and ensuring understanding of functional or departmental goals. നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഗോൾസ്, ലക്ഷ്യങ്ങളും മറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പരസ്പരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളുമായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം എന്താണോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി, ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിലെ മെമ്പേഴ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. Measuring individual and team metrics and performance against targets and monitoring progress. അതായത് എന്താണ്? അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ അളക്കുകയാണ്, മെഷർ ചെയ്യുകയാണ്. പെർഫോമൻസ് എങ്ങനെയാണ്, ടാർഗറ്റ്സ് ഒക്കെ ഉണ്ടോ, ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടോ, എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഒക്കെ മോണിറ്റർ ചെയ്യാവുന്നത്. മെട്രിക്സ് എന്ന് വെച്ചാൽ അളക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. നിരീക്ഷിച്ചിട്ട് അത് പെർഫോമൻസ് എങ്ങനെയുണ്ട്, ടാർഗറ്റ് ഒക്കെ അവർ ഓക്കെ ആണോ, അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുക? അത് വിലയിരുത്തുകയാണ്, അല്ലെങ്കിൽ അളക്കുക. Then recognizing when corrective actions are required. Recognizing corrective actions are required. അല്ലേ, അതായത് എന്താണ്? മീൻസ് റെക്കഗ്നൈസ്, തിരുത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇപ്പൊ പെർഫോമൻസിൽ അവരുടെ എന്തെങ്കിലും ഭാഗത്ത് അവർ ശരിയായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, മേ ബി എന്തെങ്കിലും കറക്റ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയാണ്, തിരുത്തി കൊടുക്കുക. അങ്ങനെയല്ല, വർക്കിൽ കുറച്ചുകൂടി നമ്മൾ കോൺസെൻട്രേറ്റ് ആകാറുണ്ട് അല്ലേ, എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക. Then ensuring quality standards for all process on their team. അവരുടെ ടീമില് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, എല്ലാ പ്രവർത്തനങ്ങളും ക്വാളിറ്റി ഉണ്ടോ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. Evaluating overall team and individual performance and providing performance evaluations. ഓവറോൾ ടീമിന്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസിനെയൊക്കെ വിലയിരുത്തുക. അവരുടെ ഇവാലുവേഷൻസ് അതിനെ വിലയിരുത്തി കൊടുക്കാതെ, എങ്ങനെയുണ്ട് പെർഫോമൻസ്, ഓക്കെ ആണോ, അപ്പൊ അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കുക. Enlarging and coordinating with other line managers across the organization. ആ ഓർഗനൈസേഷനിലുള്ള മറ്റ് ലൈൻ മാനേജേഴ്സുമായിട്ട് നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. Providing reports on productivity and other performance indicators to senior management. അല്ലേ, സ്ഥാപനത്തിലുള്ള മറ്റ് ലൈൻ മാനേജേഴ്സ് ആയിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? പ്രൊഡക്ഷൻ അല്ലേ, നമ്മള് എന്താണ്? പ്രൊഡക്ടിവിറ്റി ആൻഡ് അതർ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ടു സീനിയർ മാനേജ്മെന്റ്. ഇപ്പൊ പ്രൊഡക്ഷനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സീനിയർ മാനേജ്മെന്റ് ആയിട്ട് നമ്മൾ ആലോചിക്കണം. ഓക്കെ. ഇപ്പോ ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടിയാണ് നമ്മൾ വായിച്ചത്. എനിക്ക് തോന്നുന്നു HR മാനേജറിന്റെ അത്ര ഈസി അല്ലാന്ന് തോന്നിയോ വായിച്ചപ്പോ? തോന്നിയോ? കുറച്ച് ഡ്യൂട്ടി കൂടുതലുണ്ട് അല്ലെ, വായിക്കാനും വലിയ, നിങ്ങൾക്കും വായിക്കുമ്പോ വലിയ പഠിക്കാൻ എന്താ പറയാ, വലിയ സുഖമൊന്നും തോന്നുന്നില്ല. തോന്നിയോ? കുറച്ചധികം പോയിന്റ്സ് ഉണ്ടെന്നോ കേട്ടോ. കുഴപ്പമില്ല, ആൾക്കൊന്നും ചെയ്യണ്ട, മനസ്സിലാക്കി പഠിച്ചാൽ മതി അല്ലേ. ഓക്കെ. കുറെ പേരൊക്കെ ഞാൻ വായിച്ചത് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണോ റെസ്പോൺസ് ചെയ്യാത്തത്? HR-ന്റെയും ലൈൻ മാനേജർ വെച്ച് നോക്കിയപ്പോഴേ സിമ്പിൾ ആയിട്ട് തോന്നിയത് ആരുടെ ഡ്യൂട്ടീസ് ആണ്? HR-ന്റെ ആണോ ലൈൻ മാനേജറിന്റെ ആണോ സിമ്പിൾ ആയിട്ട് തോന്നിയത് ഡ്യൂട്ടി?
സിമ്പിൾ അതല്ല, പഠിക്കാൻ എളുപ്പമായിട്ട് തോന്നിയത്. HR-ന്റെ അല്ലേ കുറച്ചും കൂടി പഠിക്കാനായിട്ട് എളുപ്പം? യെസ്. ഇപ്പൊ കുറച്ചുപേരെ കുറക്കത്തിൽ നിന്ന് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇത് ചോദിച്ചപ്പോ യാതൊരു അനക്കൂല്ലേ. ഇത്ര നേരം ഞാൻ ഇവിടെ കിടന്ന് വായിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? ഇനി കുറെ പേര് ഉറങ്ങിയാണോ, കേൾക്കുന്നുണ്ടോ അല്ലെ? സോ ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ വായിച്ചത്. ഒന്ന് വായിച്ചു നോക്കി, മനസ്സിലാക്കി വായിക്കണം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ പോയിന്റ്സ്, ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടീസ്? ഓക്കെ. അപ്പോ HR മാനേജറും ലൈൻ മാനേജറും ആണ് എടുത്തത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? ദെൻ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് ഇമ്പാക്ട് ഓഫ് HR ഓർഗനൈസേഷണൽ പെർഫോമൻസ് ആണ്. അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലേ? ഇന്ന് ഇത്രയും പഠിച്ചത് ക്ലിയർ ആണോ? എടുത്തത്ര വളരെ കുറച്ച് ഭാഗമാണ് നമ്മൾ 1 മണിക്കൂർ നമ്മുടെ ക്ലാസ്സിന് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നത്. സോ അതനുസരിച്ചിട്ട് പഠിച്ചു പോണം കേട്ടോ. ക്ലിയർ ആണ് എല്ലാവർക്കും എടുത്തത്? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം കേട്ടോ. ചോദിക്കാനുണ്ടെങ്കിലോ? ഒന്നുമില്ല, ഓക്കെയാണ്. ദെൻ നമുക്ക് ക്ലാസ്സിന്റെ ഇടയിൽ നമുക്ക് സംസാരിക്കാൻ മീൻസ് ഡിസ്റ്റർബ് ആകുമല്ലോ. അതുകൊണ്ടാണ് ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഞാൻ ക്ലാസ്സിനിടയിൽ തന്നെ പറയാറുണ്ട്. കമന്റ് ചെയ്തോളൂ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ ആണല്ലോ ക്ലാസ് ഒക്കെ? ഓക്കെ, താങ്ക് യു ഓൾ.